ഗൈസ് ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പോകാനുള്ളൊരു വഴിയുണ്ട്. നമുക്ക് ഗൈസ് അവരവിടെ നിന്ന് കളിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് അവിടെ ഒരു ഇതുണ്ട്, ഒരു വീട് പോലത്തെ സാധനമുണ്ട്. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു റിവർ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ആ സ്ഥലം വരുന്നത്. ഇത് മാത്രമേ ഞങ്ങളിപ്പോൾ വന്നുള്ളൂ. പിന്നെ കുറേ ഗാർഡൻസ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. ഗൈസ് കണ്ടോ, ഇവിടെ ഒരു മാമൻ വന്നിട്ട് ഇങ്ങനെ കല്ല് ശില്പം പോലെ ഉണ്ടാക്കി വെച്ചേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് ഇത് വരാൻ കുറച്ച് പാട, കയറാനും വരാനും പാടാട്ടോ. ഇവിടെ ഞങ്ങൾ ആ പുഴ ഇറങ്ങി. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടുത്തെ കാറ്റ് മസ്റ്റ് കാറ്റാട്ടോ. ഗൈസ് ഇത് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പോകണം ഗൈസ്. കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ അപ്പൊ ഗൈസ് നമുക്ക് പാർക്കിലോട്ട് പോകാട്ടോ. പറ എന്തേലും പറ. ചേട്ടായി പറ എന്തേലും പറയണ്ടോ. വളരെ വൈബുള്ള ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഭയങ്കര വൈബാണ്. അടിപൊളിയും സാഹചര്യമായിട്ടുള്ള അഡ്വഞ്ചറസ് ട്രിപ്പ് നയിക്കണം ഇവിടെ വരും. സൂപ്പറാണ് വൈബ്. എന്താ തണുപ്പ്, തണുത്ത കാറ്റ്, സൺഫ്ലവർ. ഇങ്ങനത്തെ പറഞ്ഞ വീട്ടിൽ വെക്കായിരുന്നു, കരിഞ്ഞ അവിടെ കിടപ്പുണ്ട്. ഓക്കെ പറഞ്ഞോ. രണ്ട് സൈഡിലും ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു കാശ്മീർ ഇത്രയും മനോഹരമാണ് ഒരിക്കലും ഞാൻ മൂന്നാറല്ല, ഇത് കാശ്മീരാണ്. കാശ്മീർ ഇത്രയും മനോഹരമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ വളരെ നന്നായിട്ട്. ഇത് ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കേ, വൺസ് അഗൈൻ യു ഷുഡ് ബി ട്രൈ ഹിയർ. അപ്പോൾ ഗയ്സ് പോവാ. അയ്യോ, അപ്പോൾ ഗയ്സ് നമ്മൾ താഴോട്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടിരിക്കാൻ രണ്ടുപേര് നടത്തുന്നുണ്ട്. ഗയ്സ് താഴെ നടക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. അപ്പം നമുക്ക് മേളോട്ട് തന്നെ പോവാം. മേളോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ട സ്ഥലമാണ്. ഇനി കണ്ട ഞാൻ കാണിച്ചിട്ട് റെക്റ്റാങ്കിളിൻ്റെ അടുത്തൊക്കെ പോകണം. അവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഗയ്സ് നമുക്ക് നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആരാണെന്ന്. എൻ്റെ ചേട്ടായിയുടെ പേരൻസ് ആണ് ഇവർ രണ്ടുപേരും, ദീപപ്പച്ചി അരുൺ മാമനും. അപ്പോൾ ഗൈസ് നമുക്ക് മേളോട്ട് ഇനി പോവാം. പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇന്നെല്ലാം കാണും, അല്ല നാളെ നാളെ ആയിട്ടെല്ലാം കാണും കേട്ടോ. ഗൈസ് ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നത് തേഴ്സ്ഡേയിൽ ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോവും വീട്ടിലിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നതാ. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്. ഇതൊന്നും പിച്ചാൻ പറ്റത്തില്ല. പിച്ച 500 രൂപ ഫൈൻ അടിക്കേണ്ടി വരും ഗൈസ്. എന്താ ചതിയല്ലേ. മേളോട്ടിനും കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. താഴോട്ടിന് ഞാൻ കാണിച്ചു തരാം. അവിടെ അങ്ങോട്ടാ ഗൈസ്, നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. ഗൈസ് ഇങ്ങോട്ടാട്ടോ. ഗൈസ് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ എടുത്തു.
അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. എല്ലാവർക്കും ബൈ ബൈ.